ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. കുറേ നാളായിട്ടുള്ളൊരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗോസ്റ്റ് ഹണ്ടിങ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളത്. അതിനുള്ളൊരു സാഹചര്യമില്ലായിരുന്നു. ഇപ്പോഴാണ് അതിനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വാമ്പയർ സ്ക്വാഡ് എന്ന് പറയുന്ന ചാനലിൽ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പുള്ളി ഹലോ ഗൈസ്, നമ്മൾ വെൽക്കം അമ്പാടിയിൽ നിന്ന് വിളിക്കും. അഭിറാം എന്നാണ് ഒരു പേര്. വാമ്പയർ സ്ക്വാഡ് എന്ന് പറയുന്ന ചാനലുണ്ടായിരുന്നതാണ്. ഈ ഒരു പ്രദേശത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് ഫുള്ള് കാടാണ്, ചുറ്റിനും കാടാണ്. വളരെ ദൂരെയൊക്കെ അപ്പുറത്തെ മലയിലും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് എവിടെയോ വീടിന്റെ ലൈറ്റും കുറച്ച് ശബ്ദമൊക്കെ എവിടെ നിന്നൊക്കെയോ ദൂരെ നിന്ന് കേൾക്കാന്നുള്ളതല്ലാതെ കറക്റ്റായിട്ട് പറഞ്ഞാൽ നല്ല ഒന്നാം തരം കാടാണ്. അതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇത് പത്തനംതിട്ട ജില്ലയിൽ അടൂരെന്ന് പറയുന്ന സ്ഥലമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ കറക്റ്റ് അതിനകത്ത് പിന്നീട് കൃത്യതയോടെ പറഞ്ഞു തരാൻ അറിയില്ല എന്താണ് എന്നുള്ളത്. ഇതൊന്നും ഇതിന്റെ അകത്ത് വളരെ. അപ്പൊ ഗൈസ്, ഇപ്പം വിനീതേട്ടൻ പറഞ്ഞ കണക്ക് നമ്മൾ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം വിനീതേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ അറിയായിരിക്കും, അറിഞ്ഞൂടാത്തവരും കാണും. അപ്പോൾ നമ്മൾ നേരെ കാണുന്ന സ്ഥലമാണ്. നമുക്ക് എന്തായാലും അവിടെ കയറി നോക്കാം. വിനീതേട്ടൻ ബാക്കി നിങ്ങളടുത്ത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നും ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നും നിങ്ങളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ വിനീതേട്ടാ, നമുക്ക് കയറാം അല്ലേ? കയറാം. ഇതിനകത്ത് ഇതിന്റെ കഥയെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ഒന്ന് രണ്ട് പേരുമായിട്ട് ഇവിടുത്തെ കുറച്ച് പ്രായമുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പം അവർ പോലും പറയുന്നത് അവരുടെയൊക്കെ എത്രയോ തലമുറയ്ക്ക് മുമ്പ് ഉള്ള ഒരു കെട്ടിടമായിരുന്നു. കെട്ടിടമെന്ന് ഇതിനെ പറയാനും പറ്റില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഇത് പണി പൂർത്തിയാവും മുമ്പ് ഇത് നിർത്തിയ ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ എന്തോ ഒരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട്, ഫാക്ടറി അല്ല എന്തോ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതിന്റെ. വിനീതേട്ടാ, ഇത് മൊത്തം മറ്റേ കരിങ്കല്ല് ചെയ്തതാണ് അല്ലേ? അതെ, അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു ഇതാണ്. ഈ കാലത്തൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അതെ അതെ. അപ്പോൾ ഇത് പ്രോസസ്സിംഗ് യൂണിറ്റോ ഫാക്ടറിയോ അങ്ങനെ എന്തോ തുടങ്ങാൻ വേണ്ടി ചെയ്യുകയും, പക്ഷേ ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക തന്നെ ഇവിടെ പല പണിക്കാരുടെയും ജീവന് ഹാനി സംഭവിക്കുകയും അത് കാരണം കുറച്ച് പേര് പണിക്ക് എന്ന് പറയുമ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള കാര്യമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ന് കോൺട്രാക്ടർമാരുള്ളതുപോലെ അന്ന് ഈ പണിയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാരെ ഏൽപ്പിക്കുമായിരുന്നു. അപ്പൊ അവരാണ് ഈ ജീവൻ എടുക്കാനുള്ള കാരണം. ഞാൻ കേട്ട കഥയെന്ന് പറഞ്ഞാൽ അവരാദ്യം ജീവൻ എടുത്തു എന്നല്ല. പിന്നെ എങ്ങനെയാണ്? ആദ്യം ഈ പണി നടക്കുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ ഈ മണ്ണ് ഇടിഞ്ഞതുപോലെ ഇതിന്റെ ഒരു സൈഡ് നമ്മൾ നേരത്തെ ഒന്ന് ശ്രദ്ധിച്ചില്ലേ, അങ്ങനെ ഒക്കെ പോയി എന്തൊക്കെയോ സംഭവിച്ചു. എനിക്ക് കൊടുങ്കാടാണ്, നല്ല വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു പേരുടെ മരണം സംഭവിച്ചു. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നതാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നീട് അവരും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് പണി ചെയ്യാൻ പറ്റില്ല, അവർക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരെ തിരിച്ചു പോകാൻ സമ്മതിക്കാതെ ഇവിടെ അടിമകളെപ്പോലെ പിടിച്ചു നിർത്തി അവരെ കൊണ്ട് ഈ പണികളെല്ലാം ചെയ്യിപ്പിക്കുകയും, അപ്പോൾ അവർ തിരിച്ച് ഇതിനെതിരായിട്ടൊന്ന് സംസാരിച്ച ആൾക്കാരെയെല്ലാം ഇവിടെ തന്നെ അവിടെ എന്താ ഒരു ശബ്ദം. അതെ, അവിടെ ഒരു മരമുണ്ട്. അവിടെ നീ അത് കണ്ടില്ലായിരുന്നു? അവിടെ ഒരു സൗണ്ട് കേട്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ പെട്ടെന്ന് അത് കേട്ടപ്പോഴേ ടെൻഷൻ അടിക്കാൻ പേടിക്കണ്ട, നമുക്ക് നോക്കാം. നമ്മൾ വന്നേക്കുന്ന സ്ഥലം നിനക്കറിയാം. അതെ അതെ, നമുക്ക് നോക്കാം ചേട്ടാ. കുഴപ്പമില്ല, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം, പേടിക്കണ്ട. ഓക്കെ ഓക്കെ. റേഞ്ചില്ല വരുന്ന വഴിക്ക്. അതെ, പക്ഷേ ഇത് ഉള്ളിലാണ്. പത്തനംതിട്ടയിൽ അടൂരെന്നുള്ള അല്ലാതെ നമുക്ക് യാതൊരു വിവരവും ഇതിനെ കുറിച്ച് ഇല്ല. ഞാൻ പെട്ടെന്ന് ചെറുതായിട്ട് ടെൻഷൻ. ഇറ്റ്സ് ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു നിർത്തിയത്, അങ്ങനെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നു. അവര് പിന്നെ അവർക്ക് എന്തൊക്കെയോ ഇവിടെ അവർക്ക് പണി ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ബുദ്ധിമുട്ടുകൾ അവർ പ്രകടിപ്പിച്ചു. അവർക്ക് എന്തോ ഇവിടെ താമസിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴേക്കും അവരെ പിന്നെ അടിമകളെ പോലെ ആക്കിയിട്ട് ഇത് കുഴപ്പമില്ല പറഞ്ഞാൽ മതി, നമ്മൾ ഒരുമിച്ചുണ്ട്. അവരെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുകയും അതിനകത്ത് ഇത്തിരി എന്താണ് പ്രതിഷേധിച്ച ആൾക്കാരെ എല്ലാം ഇവിടെ തന്നെ കൊന്ന് ഇത് ചെയ്യുകയും പിന്നീട് ഇനിയാണ് ഇതിന്റെ കറക്റ്റ് എന്ന് പറഞ്ഞത്. പിന്നീട്
അവരുടെ ആത്മാക്കൾ ഇവിടെ പണി തുടരാൻ സമ്മതിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വിടാത്ത എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ പണി നടക്കുമ്പോൾ പല ദുർനിമിത്തങ്ങളും ഉണ്ടായി അല്ലേ? എന്ന് പറഞ്ഞാൽ ചില ചുമരുകൾ വളരെ അന്നത്തെ കരിങ്കല്ല് കെട്ടാണ്. ഇതിപ്പോൾ ഇന്നും ചില ഭാഗം പൊളിഞ്ഞിട്ടില്ല. പക്ഷെ അത് ഏതോ ഭാഗത്ത് ഇവിടെ പൊളിഞ്ഞു വീണ് അത് രാത്രി പണിക്കാർ ഇവിടെ തന്നെയാണ് കിടന്നുകൊണ്ടിരുന്നതെന്ന് ഇതെല്ലാം പറഞ്ഞു കേട്ട കഥയാണ്. അവരുടെ പുറത്തേക്ക് മറിഞ്ഞു വീണ് അവരും അങ്ങനെ മരിക്കുക. കിണറിന് വേണ്ടി ഇതെടുത്തതിനകത്ത് ആള് വീണ് മരിച്ചു കിടക്കുക. അതും വീണ് മരിച്ചതാണോ കൊന്നിട്ട് അതൊന്നും അറിയില്ല. ഇങ്ങനെ മരണങ്ങൾ നടന്നിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് ഇന്നത്തെ അപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു പോകുന്ന കാര്യം വരെ സംശയമാണ് അന്നത്തെ കാലത്ത്. ഇപ്പൊ ഇന്നത്തെ കാലത്തും ഈ നമ്മളിപ്പം ഇപ്പം ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും രാത്രി സമയത്ത് ഇവിടെ ആരും വരാറില്ല. ഇപ്പം നമ്മള് പകല് അങ്ങനെ വരാറില്ല. രാത്രി കാലത്ത് ആരും വരാറില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇപ്പം ചേട്ടൻ്റെ ചാനലാണ്, നമ്മൾ പുതിയ വ്യൂവേഴ്സ് വരുന്നതാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്താണ് നമ്മൾ റിസ്ക് എടുത്ത് ഇവിടെ വന്ന് ചെയ്യുന്നതാണ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനൊരു അത്രയും ഇമ്പാക്റ്റ് ഉള്ളത് ചെയ്യാതെ നമ്മൾ കാര്യമില്ല. അതെ, നമ്മളെ വ്യൂവേഴ്സിന് പറ്റുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാണിച്ചു കൊടുക്കണം. ജസ്റ്റ് ഇത് കൊടുക്കുക. കാരണം ഓൾറെഡി ഒരുവിധപ്പെട്ട ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് ഞാനൊരു ഒരാഴ്ചയായിട്ട് ഫുള്ളിരുന്ന് ഇത് പിന്നെ പറഞ്ഞ പോലെ സ്ഥലം പറയാൻ പോലും അറിയില്ല. എങ്കിലും പത്തനംതിട്ട ജില്ലയിലെയും അടൂരിലെയും ഹോണ്ടഡ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല. ലാസ്റ്റ് എൻ്റെ കൂടെ പണ്ട് പഠിച്ചിരുന്ന ഒരു പയ്യൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്താണ് ഈ സ്ഥലം മനസ്സിലാക്കി വന്നത്. പുള്ളിയുടെ ആ പ്രായത്തിലുള്ള ആൾക്കാർ പറഞ്ഞു തന്ന കഥകളുമാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് അങ്ങനെ ഇത് പൂർത്തിയായിട്ടില്ല. കെട്ടിടം പണി പൂർത്തിയാവുകയോ ഫാക്ടറിയുടെ പ്രവർത്തനം നടക്കുകയോ ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി നോക്കാം. എനിക്ക് നല്ല പേടിയുണ്ട്. ആ പേടിയെന്ന് പറഞ്ഞാൽ ആ ഒരു അനസ്ഥ അത് നീ കേട്ടല്ലോ. ഞാൻ കേട്ടായിരുന്നു. ഇവിടെ ഒരു കാറ്റും ഒന്നും ഇല്ലാതിരിക്കുന്നിടത്ത് ആ ഒരു വന്നപ്പോൾ അവിടെ വരേണ്ട ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ തന്നെ ഞാൻ ലൈറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട്. അത് എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ അതിന് പോകുന്നത് നല്ല പേടിയുണ്ട്. പുറകെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കാരണം ഇവിടെ നിന്ന് ആൾക്കാർ വരുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. ഇതിൻ്റെ അകം വലയൊക്കെ പിടിച്ച് ഇതിൻ്റെ അകത്തൊക്കെ കൊടുങ്കാടാണ് കേട്ടോ. എനിക്ക് മനസ്സിലാവുന്ന എന്തോന്നറിയാമോ, ഇവിടെ പണ്ട് ഇപ്പം വല്ലാത്തൊരു നെഗറ്റീവ് ഇവിടെ പണ്ട് ഈ പണി ചെയ്യാൻ പാതിയിൽ നിർത്തിയെന്ന് പറഞ്ഞത് ആ സാധനങ്ങളെല്ലാം ഇപ്പോഴും നിർത്തിയാണ്. അന്നേ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന മറ്റേ ആസ്ബസ്റ്റോസ് ഒക്കെ പോലത്തതിൻ്റെ ഷീറ്റും കാര്യങ്ങളും ഇതൊക്കെ കണ്ട പണി പൂർത്തിയായില്ല. പിന്നീട് ആ തടിയുടെ അവിടെ വച്ചതിൻ്റെ എന്തെങ്കിലും ഇതുണ്ടായിരുന്നേനെ. ഇത് പണി പൂർത്തിയാവാതെ വിട്ടുപോയതാണ്. ചുവരിൽ കൂടെ വളർന്നേക്കുന്ന മരങ്ങളാണ് ഇത്രയും ഇതായി നിൽക്കുന്നത്. മേൽക്കൂരയൊന്നും ഇട്ടിട്ടില്ല. കാരണം അതിന്റെ കഴുക്കൂര് വയ്ക്കാനുള്ള ഒരു അവിടെ ഒത്തിപ്പൊളിച്ചാണ് അതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ കയറിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇവിടെ എന്ന് പറഞ്ഞാൽ പണി ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. സാധനവും ഇവിടെ മാത്രമേ ഈ ഒരു മേൽക്കൂര ഇതൊക്കെ ചെയ്തിരുന്നുള്ളൂ. അതും പിന്നീട് പൊളിഞ്ഞു പോയേക്കാണ്. ഈ വാതിൽ കണ്ട പണ്ടത്തെ കാലത്തെ പൊക്കം കുറഞ്ഞ വാതിൽ
അതായത് പുറത്തേക്ക് പിൻവശവും അങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞിവിടെ എന്തോ അതായത് പുറത്തേക്ക് പിൻവശവും അങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞിവിടെ എന്തുകൊണ്ട് കേട്ടോ, ഞാൻ അവിടെ കേട്ടായിരുന്നു. തിരിച്ചു പോകാം. ശരിയാവും. നമുക്ക് എന്തായാലും അതൊന്ന് നോക്കിയിട്ട് പോവാം. എനിക്കത് കിട്ടും. പോകാനേ തോന്നണ്ടേ? കാരണം ശബ്ദം കേൾക്കും. ഞാൻ കേൾക്കുന്നുണ്ട്, ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ വീണ്ടും കേട്ടു. എനിക്ക് തോന്നണമെന്നല്ലോ. ഇല്ല, ഞാനും കേട്ടായിരുന്നു. എന്തായാലും അവിടെ പോയിട്ടേ തോന്നുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതല്ല. ഇവിടെ നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ ഭാഗത്തു നിന്നാണ് സൗണ്ട്. നമ്മൾ വന്ന വഴിയല്ലേ? വന്ന വഴിയാണ്. എനിക്ക് തുടക്കം മുതൽ എനിക്ക് ഈ പുറകിൽ നിന്ന് ആരോ ഉണ്ടോയെന്നൊരു തോന്നലുണ്ടായിരുന്നു. പുറകിൽ ആരോ ഫോളോ ചെയ്യുന്ന പോലെ. പക്ഷെ പുറകിൽ നീ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നീ നടക്കുന്ന ശബ്ദമൊക്കെ, പക്ഷേ ഉള്ളിൽ എപ്പോഴും അങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. അയ്യോ, ഒരു എയർപോർട്ട് പോലും ഇല്ലാത്ത റൂം. നല്ല സ്മെല്ലുണ്ടല്ലേ ഇവിടെ? സ്മെല്ലിന്റെ വല്ലാത്തൊരു നെഗറ്റീവാണ്. എനിക്ക് മാത്രം തോന്നുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ള ഇത് എയർ സർക്കുലേഷൻ ഇല്ലാത്ത റൂമുകളാണ് കാലത്ത് പണിതിരുന്നത്. നമ്മൾ ഇന്ന് എയർ ടൈറ്റ് ആയിട്ട് ഓരോ സാധനങ്ങൾ വെക്കില്ല, അല്ലെങ്കിൽ മണം പുറത്തു വരാത്ത രീതിയിൽ അന്നേ കാലത്തൊരു കീടനാശിനി, വിഷം, അതുപോലൊക്കെ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും. അത് തിരിച്ചുകൂടെ? കാരണം ആദ്യത്തെ വീഡിയോ നമ്മൾ വ്യൂവേഴ്സിന് അത്രയും ഒരു എക്സ്പെക്റ്റേഷൻ കൊടുത്ത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇത് ചെയ്തിട്ട് പാതിയിൽ ഇത് ചെയ്ത് പോകുന്നത് പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടോ. എനിക്ക് സാധാരണ ഒരുവിധം സ്ഥലത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇരുട്ടത്തായാലും. ഇതെന്തോന്ന് മനസ്സിലായി ഗൈസ്? ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഡോക്യുമെന്ററി പോലെയൊക്കെ ഈ പഴയ കെട്ടിടങ്ങളിൽ ഡോക്യുമെന്ററി പോലെ കണ്ടതിന്ന് മനസ്സിലായതാണ്. ഈ ഫാക്ടറി പോലത്തെ ഇതിൽ ഇപ്പോൾ പണിക്കാര് ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഈ സൗണ്ട് കേട്ടില്ലേ? കേട്ടായിരുന്നു. അവിടെ എന്തോ ഉണ്ട്. അത് ബാക്കിൻ്റെ കേൾക്കുന്നുണ്ട്. സൗണ്ട് നീ കേട്ടില്ലേ? ഇവിടെ വീണ്ടും എന്താ എടാ ഒന്നും നീ കേട്ടില്ലേ? സൗണ്ട് കേട്ടില്ലേ? ഇവിടെ പൂച്ചയ്ക്കൊന്നും അങ്ങനെ കയറാനൊന്നും പറ്റിയൊരു ഇതില്ല. കാരണം ഇത്രയും ഹൈറ്റ് ഇല്ലേ, അങ്ങനെ ഒന്നിനും വരാൻ ഒരു ജനലും ഒന്നും ഇല്ല. നീ സൗണ്ട് കേട്ടില്ല? ഞാൻ കേട്ടായിരുന്നു. ഇവിടെ എന്തോ കേട്ടായിരുന്നു കഴിച്ചു. ഇവിടെ എന്തോ കേട്ടായിരുന്നു. ഒന്നും അങ്ങനെ ഒന്നും ഒരു മരത്തിന്റെ ഇതാണെങ്കിൽ ഇതിന്റെ നേരെ മുകളിൽ നിന്നും വീഴാനുള്ളൊരു ഒന്നുമില്ല. അതാണ് സത്യം. പൂച്ചയൊന്നും, പൂച്ചയാണെങ്കിൽ ഉറപ്പായിട്ട് സൗണ്ട് ഉണ്ടാക്കി അത് പിന്നെ പോകുന്ന. ഇവിടെ ശരിക്കും എന്തോ പ്രശ്നമാണ്. അതെ, നീ ആ സൗണ്ട് ശരിക്കും കേട്ടില്ല? ഞാൻ കേട്ടായിരുന്നു. അയ്യോ ഗൈസ്, ആകെ നമുക്ക് എന്തായാലും അവിടെയും കൂടെ ഒന്ന് നോക്കാം. ആ റൂമിനകത്തും കൂടെ ഒന്ന് നോക്കാം.
എടാ അവിടെ നീ കണ്ടില്ലേ? എടാ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എടാ എടാ അങ്ങോട്ട് എടാ എനിക്ക് നല്ല നല്ല പേടിയാവും. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എടാ നീ കണ്ടായിരുന്നു? എടാ നീ കണ്ടില്ലേ? ഇവിടെ വെളിയിൽ കാടാറ്റ് കിടക്കുകയാണ്. ആർക്കും പോകാനെന്നുള്ളത്. നീ കണ്ടതല്ലേ? നീ കണ്ടില്ലായിരുന്നു? കണ്ടായിരുന്നു. കൊടും കാട്. നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ എന്തുകൊണ്ട് കേട്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ചേട്ടാ പോലെ അവിടെ ഉണ്ടായിരുന്നു. പോലെ അവിടെ കണ്ടായിരുന്നു. അവിടെ കണ്ടായിരുന്നു. അയ്യോ ആ വഴി എങ്ങോട്ടാ? എടാ വഴി എങ്ങോട്ടാ? എടാ വാടാ. എടാ വഴി എങ്ങോട്ട്? എടാ വഴി എങ്ങോട്ടാ? ഞാൻ